നല്ല രാവിലെ സമയത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പുതിയ ചില അതിഥികളൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെയൊക്കെ ഈ രാവിലെ കാലം ഈ മീറ്റിങ്ങിലേക്ക് പ്രിയമിതിൻ്റെ സിസ്റ്ററും കുടുംബവും ഒക്കെ ഇവിടെയുണ്ട്. അവർ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ചുള്ള ആരാധന, ദൈവവചന കഴിവിയെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 63-ാം സങ്കീർത്തനം ഒരു ചെറിയ സങ്കീർത്തനമാണ്. ദാവീദ് മരുഭൂമിയിലായിരുന്നപ്പോൾ എഴുതിയൊരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെ മരുഭൂമിയുടെ അനുഭവത്തിൽ, ഒരു ദിവസം മരുഭൂമി അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് മരുഭൂമിയുടെ അനുഭവങ്ങൾക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നു. ഡെസേർട്ട് സ്റ്റോം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സ്റ്റോമിനെ പറ്റി പറയുമ്പം either we get into the storm or get out of the storm. എന്തുവാണേലും അതൊരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഈ പകൽക്കാലം അങ്ങനെയുള്ളവരോടാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കിയാൽ ഈ സ്റ്റോമിലൊക്കെ ഞാൻ വിജയിയായിട്ട് പുറത്തു വരും. സങ്കീർത്തനക്കാരൻ്റെ നോട്ടം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാത്തിരിക്കുന്നു, നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കും. ഞാൻ ഏതവസ്ഥയിൽ കൂടി പോയാലും, 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, മരണനിഴലിൽ താഴ്വരയിൽ കൂടി പോയാലും നീ എന്നോട് കൂടെ ഇരിക്കും. ആ കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നോക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെയാണ് നാം ഇവിടെ കാണുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ നിന്നെ നോക്കി ഇരിക്കുന്നു. നമുക്കറിയാം, ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ഒരു വിശുദ്ധ മന്ദിരമായിട്ടാണ്. ഹി ഡിസൈൻഡ് ആഡം ആസ് എ ഹോളി ടെമ്പിൾ. ദൈവത്തിന് വസിക്കുവാൻ കൊള്ളുന്ന ഒരു വിശുദ്ധ മന്ദിരമായിട്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമായിട്ടാണ്. പക്ഷേ ദൈവം വിശുദ്ധമല്ലാത്തൊരു സ്ഥലത്ത് വസിക്കത്തില്ല. നമുക്കറിയാം, ആദം വിശുദ്ധ മന്ദിരത്തെ ഡിസൈൻ ചെയ്ത വിശുദ്ധ മന്ദിരത്തെ ഡെസിക്രേറ്റ് ചെയ്തതായിട്ട് നമുക്കറിയാം. ഡിസൊബീഡിയൻസ് മെയ്ഡ് ഹിം ഡെസിക്രേറ്റ് ദ ഹോളി ടെമ്പിൾ ഓഫ് ഗോഡ്. പിന്നീട് അവിടുന്ന് ദൈവം ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഡെസലേഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഡെസേർട്ട് ഒരു മരുഭൂമിയായിട്ട് മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് ദൈവം അതിനെ നശിപ്പിക്കുവാനിടയായി എന്ന് പറഞ്ഞു. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദം മരിക്കുവാനിടയായി. നമുക്കറിയാം, പിന്നീട് കാണുന്ന കുറേ ലിസ്റ്റ് വായിച്ചാൽ അവിടെ എല്ലാം മരിക്കുന്ന കുറേ ആൾക്കാരുടെ പേരാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ കുറേ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. പക്ഷേ എങ്കിൽ ദൈവം മോശയ്ക്ക് ഒരു മാതൃക കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് പാർക്കുവാൻ ഒരു ആലയം നീ പണിയണം. ഒരു പ്രൈമറി ഹൗസ് എനിക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പ്രൈമറി ഹൗസ് എന്ന് പറയുന്ന ആഡമാണ്. അത് കഴിഞ്ഞൊരു പാറ്റേൺ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഈ വിധത്തിലൊരു ആലയം പണിയണമെന്ന് പറഞ്ഞു. പിന്നീട് നാം കാണുന്നത് ഒരു പെർഫെക്റ്റ് ഹൗസ് ദൈവം ലോകത്തിലേക്ക് അയക്കുന്ന നാം കാണുന്നത്. അതാരാ? നമ്മുടെ യേശു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഇന്ന് പകൽക്കാലവും ദൈവം ഒരു പെർഫെക്റ്റ് ഹൗസിനെ നമ്മോട് അയച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ നമ്മളെ ഈ പകൽക്കാലം ദൈവം ആഹ്വാനം ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഡെസേർട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിച്ചിരി സന്തോഷം തോന്നുമെങ്കിലും നമ്മൾ ഈ ആരാധന കഴിഞ്ഞ് ഈ വാതിൽ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ വീണ്ടും ദുഃഖത്തിലാകും. അതിൻ്റെ കാരണം നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നില്ലെന്നുള്ളതിനൊരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന പോണക്ക് ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ കേട്ടത് മത്തായി 11:29 പറയുന്നത്, യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എൻ്റെ നുകം ഏറ്റെടുത്ത് എന്നെ അനുഗമിക്കണം. നമ്മൾ പെന്തിക്കോസുകാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ നമുക്കൊരു മെമ്പർഷിപ്പ് ചർച്ചയ്ക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ വളരെ സന്തോഷമുള്ളവരാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ യേശു പറഞ്ഞു, എൻ്റെ നുകം ഏറ്റെടുത്ത്. ആർക്കെങ്കിലും വായിക്കാമോ? മത്തായി 11:29, മാത്യു ചാപ്റ്റർ 11:29. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്നതിന് മുമ്പേ 2-3 ആഴ്ച പാസ്റ്റർ ആൻസനും ഒക്കെ ഈ വിഷയങ്ങളെപ്പറ്റി ശക്തമായി സംസാരിക്കുകയുണ്ടായി. പക്ഷേ നമുക്ക് അത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കത് നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമുക്ക് സ്നാനപ്പെടാൻ പറ്റും,
രക്ഷിക്കപ്പെടാൻ കഴിയും. അത് കഴിഞ്ഞ് 3 ദിവസമോ 4 ദിവസമൊക്കെ ഇരുന്ന് വേണമെങ്കിൽ ഒരു അഭിഷേകം കൂടെ പ്രാപിക്കുവാൻ കഴിയും. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാണെങ്കിൽ, എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ എൻ്റെ മുഖം ഏറ്റെടുത്ത് എന്നോട് പഠിക്കണം. നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയെങ്കിലും നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ യേശുവിൻ്റെ മുഖം നമ്മൾ ഏറ്റെടുത്തെങ്കിൽ നമ്മുടെ കഴുത്തിലോട്ട് നോക്കി നമ്മൾ അടുത്തിരിക്കുന്നവരുടെ കഴുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കഴുത്ത് ഒരു മുഖം വെക്കാൻ പാകത്തിനാണ് നമ്മുടെ കഴുത്ത് പണിതിരിക്കുന്നത്. നമുക്ക് ഈ കർത്താവിൻ്റെ മുഖം നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ലോകക്കാർ മുഴുവൻ, ലോകവും ലോകത്തിലുള്ളവർ മുഴുവൻ മുഖം കൊണ്ട് നമ്മുടെ മേൽ വയ്ക്കും. നമ്മൾ പിന്നെ ലോകത്തിൽ അഴുന്നുടലിനോടായിട്ട് വരും. അതുകൊണ്ട് ഈ പകൽക്കാലം യേശുവിൻ്റെ മുഖം അത് നമ്മൾ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. യേശുവിനോട് കൂടിരുന്നെങ്കിൽ, ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം നമ്മുടെ കുടുംബജീവിതം ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് തകർന്നു പോകുന്ന കുടുംബജീവിതങ്ങൾ. നമ്മുടെ പഴയ കേരളത്തിലൊക്കെ നോക്കിയാൽ ഇന്ന് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസം മലയാളം ഒരു വീഡിയോ ഞാൻ കാണാൻ വേണ്ടിയായി. അതിൻ്റെ ഒരു അമ്മ പറയുന്നു, ഞാനോ 15 വർഷമായിട്ട് അടിമയായിട്ടാണ് ജീവിച്ചത്. ഇനി എൻ്റെ മകളെ ഇനി ആരുടെ അടിമയായിട്ട് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. കല്യാണം കഴിക്കാൻ വിടുന്നില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും അടുത്തിരിക്കുന്നവരും നോക്കി, നിങ്ങളുടെ മുഖമാണോ നിങ്ങളുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും തോളിലിരിക്കുന്നതെന്ന്. ഇപ്പോൾ തൽക്കാലം അല്ലെങ്കിൽ കുടുംബജീവിതങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. നാട്ടുകാർ മുഴുവൻ നമ്മുടെ മേൽ ഈ മുഖം വയ്ക്കും. ദിവസം പറയുന്നത് ഭർത്താവിനെ ബഹുമാനിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യണമെന്നാണ്. ഈ ഒരു പ്രിൻസിപ്പിൾ മാറിയതുകൊണ്ട് ഇതൊന്നും ഇന്ന് ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ജീവിതങ്ങളൊക്കെ തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കാണുന്നത്. നമുക്കൊരു മടങ്ങി വരവ് ഇവിടെ നിന്ന് ഈ പകൽക്കാലം ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ 1 ശമൂവേൽ 30 അധ്യായത്തിൽ ദാവീദിൻ്റെ ഭാര്യമാരെയും സമ്പത്തിനെ എല്ലാം അപഹരിച്ച് പോയപ്പോഴും ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ട് അവനിൽ ആശ്രയിക്കുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, അതിൻ്റെ ശേഷമുള്ള അധ്യായങ്ങളെല്ലാം തനിക്ക് സകലവും മടക്കി കിട്ടുന്നതായിട്ട്, മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ പകൽക്കാലം നമ്മളെയും റിസ്റ്റോർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതായി പകൽക്കാലം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശുദ്ധി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ അവൻ നമ്മളെ നീതീകരിക്കുകയും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഈ പകൽക്കാലം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല. നമുക്ക് പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യൻ ഒരിക്കലും, നമ്മുടെ ജന്മമെല്ലാം ആഡമിക് ഫാമിലിയില്ല. നമുക്കൊരിക്കലും ഒരു നല്ലവനായിട്ടോ ഒരു വിശുദ്ധനായിട്ടോ ഒന്നും ജീവിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ വിശുദ്ധനായിട്ട് ദൈവം പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. നമ്മളാകെ ചെയ്യേണ്ടത് ഈ ദൈവത്തോട് പറ്റിയിരിക്കാൻ നാം ഉത്സാഹിക്കുക ചെയ്യേണ്ടത്. ഈ പകൽക്കാലം എല്ലാവരും ഉത്സാഹിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. അനേകർ ദൈവത്തോട് പറ്റിയിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മൾ 2 ദിനവൃത്താന്തം 20 അധ്യായത്തിലൊക്കെ നമ്മൾ യഹോശാഫാത്ത് എന്നൊരു രാജാവിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. മിദ്യാന്യരും അമ്മോന്യരും ഒക്കെ യുദ്ധം ചെയ്തു വന്നപ്പോൾ രാജാവിൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു പോയി. താൻ വീണ് കരയുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. പക്ഷെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ 3 അധ്യായത്തിൽ 20:3 പറയുന്നത്, യഹോശാഫാത്ത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ തിരിഞ്ഞു. നേരം തന്നെ ദൈവത്തിങ്കിൽ നിന്ന് ആലോചന വരുന്ന അടുത്ത വാക്യങ്ങളിലൊക്കെ നാം 20:6-7 വായിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരാക്രമ സ്വഭാവം എല്ലാം അവരവിടെ ദൈവത്തെ പറഞ്ഞ് വാഴ്ത്തി സ്തുതിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണുന്നത് 20 അധ്യായത്തിൻ്റെ 15 വാക്യത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ദൈവം അവർക്ക് സകല ജാതികളുടെയും മേൽ ജയം നൽകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് യുദ്ധം യഹോവ ചെയ്തതായിട്ട് നാം വായിക്കുന്നു. ഈ പകൽക്കാലം നമ്മൾ ഏത് സ്റ്റോമിൽ കൂടെ കടന്നു പോയാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ, ദൈവത്തോട് പറ്റിയിരിക്കുമെങ്കിൽ ഈ സമയവും കടന്നുപോയി നമ്മൾ ഇതിന്മേലെല്ലാം ഒരു വിജയം വരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഈ പകൽക്കാലം ദൈവം അതിന് നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും.